നമസ്കാരം. കരുതിയിരിക്കാം കാണാമറയത്താകാതെ. കഴക്കൂട്ടത്ത് നിന്നും കാണാതായ അസം സ്വദേശിനിയായ 13 വയസ്സുള്ള പെൺകുട്ടിയെ 2 ദിവസത്തോളം നീണ്ട തെരച്ചിലിനൊടുവിൽ വിശാഖപട്ടണത്ത് കണ്ടെത്തിയ സംഭവം ഏറെ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. റെയിൽവേ സംരക്ഷണ സേനയും പോലീസും എല്ലാം അന്വേഷണത്തിൽ സജീവമായിരുന്നു. കുട്ടിയെ കാണാതായതിനെ തുടർന്ന് മലയാള ദൃശ്യമാധ്യമങ്ങളിലെല്ലാം മണിക്കൂറുകളോളം ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നുകൊണ്ടിരുന്നു. ഒരുപക്ഷെ ഈ വാർത്തകൾ കുട്ടിയെ കണ്ടെത്തുന്നതിന് സഹായമായിട്ടുണ്ടാവാം. എന്നിരുന്നാലും ദൃശ്യമാധ്യമങ്ങളുടെ വാർത്താ മത്സരത്തിൽ ഇത്തരം സംഭവങ്ങൾക്ക് അതിരുവിട്ട പ്രാധാന്യം കൊടുക്കുന്നുവെന്ന വിമർശനവും ഉയരുന്നുണ്ട്. മാധ്യമങ്ങളുടെ സാമൂഹ്യ പ്രതിബദ്ധതയുമായി ചേർത്ത് വേണം ഇത്തരം വിഷയങ്ങളെ കാണാൻ. നിസ്സാരമായൊരു പ്രശ്നത്തിന്റെ പേരിൽ എടുത്തുചാടി വീട് വിട്ട ഒരു കൗമാരക്കാരിയെ സുരക്ഷിതയായി തിരിച്ചു കിട്ടി എന്നത് തന്നെ പ്രധാനം. അനിയത്തിയുമായി വഴക്കിട്ടതിന് അമ്മ ശകാരിച്ചതാണത്രേ കുട്ടി വീട് വിട്ടു പോകാനുള്ള കാരണമായി പറയുന്നത്. വസ്ത്രങ്ങളും ബാഗും 40 രൂപയും മാത്രമാണ് കുട്ടിയുടെ കയ്യിലുണ്ടായിരുന്നത്. കഴക്കൂട്ടം മുതൽ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ വരെ കുട്ടി പോയതിന്റെ CCTV ദൃശ്യങ്ങളാണ് അന്വേഷണത്തിന്റെ തുടക്കത്തിന് സഹായകമായത്. കന്യാകുമാരിക്കുള്ള ഐലൻഡ് എക്സ്പ്രസിൽ ഏകയായി കണ്ണീർ വാർത്തിരിക്കുന്ന കൗമാരക്കാരിയെ കണ്ട് അവളുടെ ചിത്രം മൊബൈലിൽ പകർത്തിയ ബബിത എന്ന വിദ്യാർത്ഥിനിയുടെ ഇടപെടലും കുട്ടിയെ കണ്ടെത്താനുള്ള ശ്രമത്തിൽ നിർണായകമായി. കന്യാകുമാരിയിൽ നിന്നും ട്രെയിൻ കയറി ചെന്നൈ എഗ്മൂറിലേക്കും അവിടെ നിന്ന് ലോക്കൽ ട്രെയിനിൽ താമ്പരത്തേക്കും പിന്നീട് ബംഗാളിലെ സാന്ദ്രാഗച്ചിലേക്കുമുള്ള അന്ത്യോദയ എക്സ്പ്രസിൽ കയറിയ പെൺകുട്ടിയെ വിശാഖപട്ടണത്ത് വെച്ചാണ് മലയാളി സംഘടനാ പ്രവർത്തകർ കണ്ടെത്തുന്നത്. 13 വയസ്സുള്ള ഒരു പെൺകുട്ടി ഇത്രയും ദൂരം വിവിധ ട്രെയിനുകളിൽ കയറി ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്തിട്ടും ആർക്കും കണ്ടെത്താനായില്ല എന്നതും ദുരൂഹതയേക്കാളേറെ നമ്മുടെ നാട്ടിലെ സംവിധാനങ്ങളുടെ പരിമിതികളും പരാധീനതകളുമാണ് വ്യക്തമാക്കുന്നത്. പത്തനംതിട്ട ജില്ലയിലെ വെച്ചൂച്ചിറ കൊല്ലമുളയിലെ വീട്ടിൽ നിന്നും 6 വർഷം മുൻപ് കാണാതായ ജസ്ന എന്ന പെൺകുട്ടിയെ നാം ഇന്നും തെരയുകയാണ്. ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും CBIയും ഒക്കെ അന്വേഷിച്ചിട്ടും ജസ്നയെ കണ്ടെത്താനായില്ല. DGP SP തസ്തികകളിലിരുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടും ഇന്നും ജസ്ന തിരോധാനം വലിയ പ്രഹേളികയായി അവശേഷിക്കുന്നു. അടുത്ത ദിവസമാണ് ഈ കേസിൽ മറ്റൊരു ട്വിസ്റ്റ് ഉണ്ടായി. മുണ്ടക്കയത്തെ ലോഡ്ജിൽ 2018 ജസ്നയെ പോലൊരു പെൺകുട്ടിയെ കണ്ടിരുന്നു എന്ന ലോഡ്ജ് മുൻ ജീവനക്കാരിയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ അവരെയും വേണ്ടി വന്നാൽ ലോഡ്ജ് ഉടമയും നുണപരിശോധനയ്ക്ക് വിധേയരാക്കാൻ CBI തീരുമാനിച്ചിരിക്കുകയാണ്. ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിനിമാ മേഖലയിലെ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട വലിയ വാദപ്രതിവാദങ്ങൾ നടക്കുകയാണിപ്പോൾ. ജനങ്ങൾ ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവർ പോലും ആരോപണങ്ങളുടെ കരിനിഴലിലാകുന്നു. കേരളം പോലൊരു സംസ്ഥാനത്ത് പോലും സ്ത്രീകൾ ഇത്രത്തോളം അരക്ഷിതരാണെങ്കിൽ നമ്മുടെ സാംസ്കാരിക പാരമ്പര്യത്തിനും സാക്ഷരതാ സമ്പൂർണതയ്ക്കുമൊക്കെ എന്ത് അർത്ഥമാണുള്ളത്? 2016-2021 കാലഘട്ടത്തിൽ കേരളത്തിൽ പെൺകുട്ടികൾ ഉൾപ്പെടെ 43,272 സ്ത്രീകളെ കാണാതായിട്ടുണ്ടെന്നാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക്. ഇതിൽ 40,450 പേരെയും കണ്ടെത്തി, അതായത് 93%. പ്രായപൂർത്തിയാകാത്ത 5,905 പെൺകുട്ടികളെ കാണാതായതിൽ 5,532 പേരെയും കണ്ടെത്തി. എങ്കിലും 100 കണക്കിന് സ്ത്രീകളെ ഇനിയും കണ്ടെത്താനുണ്ടെന്നത് നിസ്സാരമായി കാണാനാകുമോ? ഇത്രയേറെ ആളുകൾ വീട് വിട്ട് പോകാനുണ്ടായ സാഹചര്യം വലിയൊരു സാമൂഹ്യ പ്രശ്നത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കുടുംബ ബന്ധങ്ങൾ, സാമൂഹ്യ പശ്ചാത്തലം തുടങ്ങി നിരവധി കാരണങ്ങൾ ഇതിന് പിന്നിലുണ്ടാവും. കണ്ടെത്തപ്പെടുന്നവർ പോലും സമൂഹത്തിന് മുന്നിൽ പിന്നീടും അപമാനിതരാകാം. തട്ടിക്കൊണ്ടു പോകപ്പെട്ടവരും കാണാതായവരുടെ പട്ടികയിലാണ് വരുന്നത്. വിവിധ കാരണങ്ങളാൽ വീട് വിട്ടു പോകുന്ന കുട്ടികളായാലും മുതിർന്നവരായാലും അവർ നേരിടുന്ന മാനസിക പ്രശ്നങ്ങൾ കുടുംബത്തിനുള്ളിൽ നിന്ന് തന്നെ വേണം ആദ്യം കണ്ടെത്താനും പരിഹരിക്കാനും. രക്ഷിതാക്കളുടെ ശ്രദ്ധയും കരുതലും വളരെ പ്രധാനമാണ്. വീടുകളും സ്കൂളുകളും ആധ്യാത്മിക കേന്ദ്രങ്ങളുമൊക്കെ ഇതിനായി സജ്ജമാകേണ്ടതുണ്ട്. ശാസനയും ഉപദേശങ്ങളും അത്ര കണ്ട് ഉൾക്കൊള്ളാൻ കൗമാര യൗവനങ്ങൾക്ക് മടിയുണ്ടാകും. പക്ഷേ സ്നേഹവും കരുതലും വലിയൊരു പരിധിവരെ അവരെ ചേർത്ത് നിർത്തും. അത് കിട്ടേണ്ടിടത്ത് നിന്ന് കിട്ടുന്നതും കൊടുക്കേണ്ടവർ കൊടുക്കുന്നതുമാണ് പ്രധാനം. നമസ്കാരം.